കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളും കർത്തൃദാസന്മാരും അടങ്ങുന്ന വചനം കേൾപ്പാൻ തൽപരരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തിൻ്റെ രാവിലെ കഴിഞ്ഞ സമയത്ത് കർത്താവിൻ്റെ വചനത്തിലേക്ക് അല്പനേരം ഉറ്റുനോക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നിന്ന് കണ്ട ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക ചിന്ത നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഓരോ ദിവസവും നമ്മെ നല്ലവരാക്കി തീർക്കാൻ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുന്നവരാക്കി തീർക്കാൻ, വേദപുസ്തകത്തിനകത്ത് സൽപ്രവൃത്തികളും നൽപ്രവൃത്തികളും ചെയ്ത ആളുകളെ അവർ രക്ഷപ്പെട്ടതിനെക്കുറിച്ചും അവർ കാഴ്ചവെച്ചതിനെക്കുറിച്ചും നമുക്ക് ബോധ്യമാക്കി തരാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒത്തിരി സഹായിക്കുന്നു. ഇന്നും നമ്മൾ പങ്കുവയ്ക്കുന്ന വചനത്തിലൂടെ നമ്മൾ ദൈവത്തിന് ഏറ്റവും പ്രിയരും മനുഷ്യർക്ക് ഗുണകാംക്ഷികളുമായി തീരേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രത്യേക വന്ദനം പറയുന്ന കൂടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ സർവാധികാരിയായ ദൈവത്തിന്, സകലത്തെയും നിയന്ത്രിക്കുന്ന പരിശുദ്ധ പരമോന്നതനായ കർത്താവിന് സകല പുകഴ്ചയും മഹത്വവും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ചിന്തയ്ക്ക് തുടക്കം കുറിക്കാം. ന്യായാധിപന്മാർ 9-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഇതിനെക്കുറിച്ച് യോഥാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗെരിസീം മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ശേഖേം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ സങ്കടം കേൾപ്പീൻ. ശേഖേം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് എൻ്റെ സങ്കടം കേൾപ്പീൻ. വേദപുസ്തകത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു വലിയ സംഭവമാണിത്. ഗിദെയോൻ്റെ മരണശേഷം, ഗിദെയോന് 70 മക്കളുണ്ടായിരുന്നു എന്ന് ഈ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഗിദെയോൻ്റെ മരണശേഷം ഗിദെയോൻ്റെ മക്കളിൽ ഒരുവനായിരുന്ന അബിമേലെക്ക്, ആ മകൻ തന്നെത്താൻ രാജാവാകാനുള്ള പണി ചെയ്തു. അമ്മയുടെ അടുക്കലും വീട്ടുകാരുടെ അടുക്കലൊക്കെ ചെന്നു കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അവർ അബിമേലെക്കിലേക്ക് അവർ ചായുകയും അബിമേലെക്കിനെ രാജാവാക്കുകയും ചെയ്യുകയാണ്. 70 മക്കളുണ്ടായിരുന്ന ഗിദെയോൻ്റെ ഒരു മകനായിരിക്കുന്ന അബിമേലെക്ക് രാജാവായപ്പോൾ അയാളൊരു കടുങ്കൈ ചെയ്തു. ബാക്കിയുള്ള സഹോദരങ്ങളെ, 70ഓളത്തോളം മക്കളെ അബിമേലെക്ക് കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. അതിലൊരുത്തൻ മാത്രം ചാടിപ്പോയി. ചാടിപ്പോയവനാണ് ഇപ്പോൾ ഈ വാക്ക് പറയുന്നത് യോഥാം. യോഥാം രക്ഷപ്പെട്ട് ഓടിപ്പോയിട്ട് അദ്ദേഹം ഒരു കൂട്ടം ആൾക്കാരുടെ അടുക്ക ചെന്നിട്ട് പറയുകയാണ്, ഗെരിസീം മലമുകളിൽ ചെന്നിട്ട് ശേഖേം പൗരന്മാരെ ഉറക്ക വിളിക്കുകയാണ്. ജീവനും കൈ പിടിച്ചുകൊണ്ട് സ്വന്തം സഹോദരൻ അറുങ്കൊല നടത്തി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 70ഓളത്തോളം ആളുകളെ കൊന്നുകളഞ്ഞപ്പോൾ, സഹോദരങ്ങളെ കൊന്നുകളഞ്ഞപ്പോൾ, അതിൽ നിന്ന് ഭാഗ്യവശാൽ തലമുടി നാരഴയ്ക്ക് രക്ഷപ്പെട്ട ഈ മനുഷ്യൻ ഓടി അടുത്ത ഗ്രാമത്തിൽ ചെന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ശേഖേം പൗരന്മാരെ, നിങ്ങൾ ഇപ്പോൾ എൻ്റെ സങ്കടം കേൾപ്പീൻ. അങ്ങനെ സങ്കടം കേട്ടാൽ യഹോവ നിങ്ങളുടെ സങ്കടം കേൾക്കും. ഗിദെയോൻ്റെ വീട്ടുകാരെയും ഇവരുടെ കുടുംബത്തിൽ ചെയ്ത അനിഷ്ടങ്ങളെയൊക്കെ വിട്ടിട്ട് നമുക്ക് ആ നല്ല വാക്ക് മാത്രം പുറത്തേക്കെടുക്കാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ സങ്കടം കേട്ടാൽ യഹോവ നിങ്ങളുടെ സങ്കടം കേൾക്കും. വേദപുസ്തകത്തിനകത്ത് ഒരുപാട് തത്വങ്ങളുണ്ട്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, കാലത്തിനും കാലഘട്ടങ്ങൾക്കും ഒന്നും മാറ്റാൻ കഴിയാത്ത ചില തത്വങ്ങളുണ്ട്. അത് ലോകം അംഗീകരിച്ചതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാർ മാത്രമല്ല, മനുഷ്യൻ അംഗീകരിച്ചതാണ്. അങ്ങനെ കുറേ വാക്കുകളുണ്ട്. അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴും എന്ന് വേദപുസ്തകത്തിനകത്തൊരു വാക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആ രീതിയിൽ അല്ലെങ്കിലും ആ നിലവാരത്തിൽ പറയപ്പെടുന്ന ഒരു വാക്കുണ്ട്. ഇങ്ങനെ കുറേ തത്വങ്ങൾ ഇനിയും ചിന്തിച്ചാൽ കിട്ടും. വേദപുസ്തക വാക്കുകൾ ഈ നിലവാരത്തിൽ കാണാൻ കഴിയും. അതുപോലത്തെ ഒരു തത്വമാണ് മനുഷ്യ ജീവിതത്തിലെ ഒരു തത്വമാണിത്. എന്താണ് തത്വം? ഒരു മനുഷ്യൻ്റെ സങ്കടം കേൾക്കാൻ നമ്മളിൽ ആരെങ്കിലും തയ്യാറായാൽ
നാളെ നമുക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ അവൻ കേൾക്കുമെന്നല്ല, സ്വർഗത്തിലെ ദൈവം കേൾക്കും. അതൊരു നല്ല കാര്യമല്ലേ? ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഏറ്റവും വലിയൊരു അപജയം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ആർക്കും ആരെയും കേൾക്കാൻ നേരമില്ല. ഭയങ്കര ഇത്രയും ആധുനിക സൗകര്യങ്ങളും ഇത്രയും ക്രമീകരണങ്ങളും ഇത്രയും ടെക്നോളജിയും യന്ത്രങ്ങളും ആസൂത്രണങ്ങളും എല്ലാം ഉണ്ടായിട്ടും മനുഷ്യന് സമയം തികയുന്നില്ല. സ്വന്തം കുടുംബാംഗങ്ങളെ കേൾക്കാൻ, ജീവിത പങ്കാളി പറയുന്നത് കേൾക്കാൻ, പിള്ളേർ പറയുന്നത് കേൾക്കാൻ, അവരുടെ കൂടെ ഒന്നിരിക്കാൻ, അവരുടെ വിഷമം ഒന്ന് മനസ്സിലാക്കാൻ. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചു പോകുന്നു, അപ്പനോ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ ഒന്നും നേരമില്ല, ദൈവദാസന്മാർക്ക് നേരമില്ല. ആർക്കും ആരെയും കേൾക്കാൻ നേരമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും പറയാറുണ്ട്, എന്നെ ഒന്ന് കേൾക്കാൻ. ശരിയാണ്, എവിടെയൊക്കെയോ ഇത്രയും ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടും സമയം തികയാതെ വരുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി മാറുകയാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത്രയും സൗകര്യമൊന്നുമില്ലാതെ, സ്വന്തം വണ്ടിയില്ലാത്ത, എപ്പോഴും നമ്മുടെ കൺമുമ്പിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളില്ലാത്ത, ഓടി മുറ്റത്തേക്ക് ഇറങ്ങിയാൽ ഓട്ടോയോ വണ്ടിയോ എന്തെങ്കിലും കൈ കാണിച്ചാൽ കിട്ടുന്ന കാലങ്ങളില്ലാത്ത, ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ, അന്ന് കിലോമീറ്ററുകൾ നടക്കുകയും ഇന്നത്തെ പോലത്തെ ഫോൺ വിളിക്കാനോ കാര്യങ്ങളൊന്നും കയ്യിലില്ലാത്ത ആ കാലഘട്ടത്തിൽ അന്നും ആളുകൾ ഇതിനേക്കാൾ സ്നേഹോഷ്മളമായി തമ്മിലെല്ലാവരെയും കുറിച്ച് കേട്ടും അറിഞ്ഞു എല്ലാം. അന്ന് വീടുകളിൽ ഇതിനേക്കാൾ അധികം ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് വീട്ടിൽ ഒരു കൊച്ചോ ഒരു അപ്പനോ അമ്മയോ ഉള്ളൂ, കൂടിയാ 2. പക്ഷെ അന്ന് 6-7 മക്കളും, ചിലപ്പോൾ അവർ കല്യാണം കഴിച്ച ഭാര്യമാരും കൊച്ചുമക്കളും അടക്കം 8, 10, 12 പേർ ഒരു വീട്ടിൽ താമസിക്കുന്ന കാലഘട്ടത്തിലും എല്ലാവർക്കും എല്ലാവരെയും കാണാനും എല്ലാവർക്കും എല്ലാവരെയും അറിയാനൊക്കെ നേരം ഉണ്ടായിരുന്നു. അന്നൊരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ബന്ധുക്കളും സ്വന്തക്കാരും ഞാൻ ഓർക്കുന്നുണ്ട്. ദൂരെയുള്ളവരൊക്കെ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് വരും. അവരെല്ലാവരും ഒന്നിച്ചു കൂടും. തിരിച്ചു പോകുന്നതും 2, 3, 4 ദിവസം കഴിയുമ്പോഴായിരിക്കും. അങ്ങനെ ഒരു 8-10 ദിവസമാണ് ഒരു കല്യാണത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ദൂരത്തുനിന്ന് വരും, ഇവിടെ താമസിക്കും. ഇന്ന് കല്യാണ വീട്ടിലേക്ക് വരികയല്ല, കല്യാണം നടക്കുന്ന റിസപ്ഷൻ ഹാളിലേക്ക് വരുള്ളൂ. അത് കല്യാണം ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കുന്ന നേരത്ത് ഓടി വന്നിട്ട് ആരോടും മിണ്ടാൻ നേരമില്ലാതെ വേഗത്തിൽ ഓടുകയാണ്. ആടും പശുവും കോഴിയൊക്കെ വീട്ടിലുണ്ടായിരുന്ന കാലത്തും സമയമുണ്ടായിരുന്നു. ഇന്നിതൊന്നുമില്ല. പാലും ആഹാരവും എല്ലാം ഹോട്ടലിൽ നിന്നും കടയിൽ നിന്നും മേടിക്കുക. നമ്മുടെ തൊഴുത്തിൽ പശുവില്ല, നമ്മുടെ പുരടത്തിൽ കൃഷിയില്ല, എന്നിട്ടും സമയമില്ല. എവിടെയാണ് ഈ സമയം പോകുന്നത്? ചിന്തിക്കേണ്ട കാര്യമല്ലേ? എന്താണെങ്കിലും വഴക്ക് പറഞ്ഞും കണക്ക് പറഞ്ഞും ഇന്ന് രാവിലത്തെ ചിന്തയെ നമ്മൾ ഒതുക്കി തീർക്കുകയല്ല. ഇവിടെ ഒരു സത്യവും ഒരു തത്വവും പറയുക. ഒരാൾ സങ്കടപ്പെട്ട് വരുമ്പോൾ, ഒരാൾ വേദനപ്പെട്ട് വരുമ്പോൾ, ഒരാൾ നൊമ്പരപ്പെട്ട് പറയുമ്പോൾ, ഒരാളുടെ ഹൃദയം തകരുമ്പോൾ, അവൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം അവൻ്റെ സങ്കടം ഒന്ന് കേൾക്കാൻ ആരെങ്കിലും. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് സങ്കടം ചുമന്നു മാറ്റാനോ അതൊരു പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുന്നത് പോലെ സ്വന്തം ഹൃദയത്തിലേക്ക് പകർന്നെടുക്കാനൊന്നും പറ്റിയല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതൊന്ന് കേൾക്കാൻ മനസ്സ് വയ്ക്കാം. സങ്കടം നമ്മൾ കേട്ടോണ്ട് എന്ത് ഗുണമുണ്ട് എന്ന് യുക്തി കൊണ്ട് ചോദിക്കാം. ഒത്തിരി ഗുണമുണ്ട്. ജീവിതത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഭാരം മാറിപ്പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആരെങ്കിലും ഒരാൾ കേൾക്കാനുണ്ടെങ്കിൽ ഒന്ന് പറയുമ്പോൾ. എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യം പാസ്റ്ററോട് പറഞ്ഞപ്പോഴേ എൻ്റെ നെഞ്ചിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയതുപോലെ തോന്നുന്നു. തമ്മിൽ പറയുമ്പോൾ ഒരു വലിയ പകർച്ച നടക്കുന്നുണ്ട്. ഒരു വലിയ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു ഭാരം മാറിപ്പോകുന്നുണ്ട്. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കട്ടെ. ആരുടെയെങ്കിലുമൊക്കെ സ്വന്തം വീട്ടിലുള്ളവരുടെ, സ്വന്തം രക്തബന്ധങ്ങളുടെ, സ്വന്തം കൂട്ടായ്മയിലുള്ളവരുടെ, ഓഫീസിൽ ജോലി ചെയ്യുന്നവരുടെ, ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരുടെ ആരുടെയെങ്കിലുമൊക്കെ ദുഃഖം സമാധാന അന്തരീക്ഷത്തിരുന്ന് കേൾക്കുകയും അവരെ ഒന്ന് തണുപ്പിക്കുകയും അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന എന്താണെന്നറിയാമോ? നാളെ നിനക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ ഞാനും കേൾക്കാടാവേ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെയോ, നമ്മൾ ആരുടെയെങ്കിലും സങ്കടം കേട്ടാൽ നമ്മുടെ സങ്കടം നാളെ ദൈവം കേൾക്കും. 1000 ആളുകൾ
എൻ്റെ സങ്കടം കേൾക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവം എൻ്റെ സങ്കടം കേട്ടാൽ ഒരു നടപടി ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇതൊരു തത്വമാട്ടോ. ആരെങ്കിലുമൊക്കെ കേൾക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കണം. ഇച്ചിരി സമയം അവർക്ക് കൊടുക്കണം. സഹജീവികൾക്ക്, സഹപ്രവർത്തകർക്ക്, കീഴുദ്യോഗസ്ഥന്മാർക്ക്, കൂടെ ജീവിക്കുന്നവർക്ക്, ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, കൂട്ടായ്മക്കാർക്ക്, ഇവർക്കെല്ലാവർക്കും സമയം പങ്കുവെച്ചു കൊടുക്കണം. നമ്മൾ തന്നെ ഓടി സമയം തീർത്താൽ ആരും ഇല്ലാതെയാകും. പണം പങ്കുവെക്കാൻ നമ്മളെ കാണില്ല, വസ്തു പങ്കുവെക്കാൻ നമുക്ക് ഒത്തിരി ഒന്നും കാണില്ല. പക്ഷേ ഇന്ന് നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ സമയം പങ്കുവെക്കാൻ നമുക്ക് പറ്റും. സങ്കടം കേൾക്കാൻ, വേദന കേൾക്കാൻ, നൊമ്പരം കേൾക്കാൻ നമുക്ക് സങ്കടം പങ്കുവെക്കുന്നവർക്ക് സമയം പങ്കുവെച്ചു കൊടുക്കാം. അങ്ങനെയെങ്കിൽ നാളെ നമുക്ക് സങ്കടം ഉണ്ടാകത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ സ്വന്തം രക്തബന്ധങ്ങൾ ഒരു കൂട്ടം പേര് മരിച്ചപ്പോൾ പേടിച്ചോടി വരുന്നൊരു മനുഷ്യൻ എൻ്റെ സങ്കടം ഒന്ന് കേൾക്കാൻ പറയുമ്പോൾ വാതിലടച്ച് പുറംതിരിഞ്ഞ് നിൽക്കരുത്. അവരുടെ സങ്കടം കേട്ടാൽ ദൈവം നമ്മുടെ സങ്കടം കേൾക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ജീവിതത്തിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലൊന്നാണല്ലോ ദൈവം ഞങ്ങളുടെ സങ്കടം കേൾക്കുക. അതിനെന്താ വഴി? സ്വർഗത്തിലേക്ക് അപേക്ഷ അയക്കുകയല്ല, ഈ ഭൂമിയിൽ ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെ സങ്കടം ഞങ്ങൾ കേട്ടാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ സങ്കടം കേൾക്കാൻ തയ്യാറാകുമെന്ന്. നാഥാ, ഇത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ടായാൽ അങ്ങല്ലേ ഉള്ളൂ. അങ്ങത് കേൾക്കാൻ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് നന്ദി. ഇതുപോലെ ഒരുപാട് പേരെ കേൾക്കാൻ, അത് ഞങ്ങൾക്ക് നന്മയാകാൻ ദൈവം ഇടയാക്കണം. പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.